ബി.ജെ.പിയും പിണറായി വിജയനും തമ്മിലുള്ള ഇടപാടുകൾ ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ്. പിണറായി വിജയൻ എന്നിട്ട് ഉളുപ്പില്ലാതെ ഏതൊരു മാധ്യമപ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന ഒരുത്തരുണ്ടല്ലോ, ശ്രീകണ്ഠൻ നായർ, അയാളെ കുറിച്ച് വേറൊരു വീഡിയോയും ചെയ്യുന്നുണ്ട്. അയാളോട് പറയാണ് കേരളത്തെക്കുറിച്ചുള്ള കേരളം എന്റെ സ്വന്തം സംസ്ഥാനമാണ് എന്നാണ് ഈ ഗവർണർക്ക് തോന്നുന്നത് എന്ന് പറയാനുള്ള ഉളുപ്പില്ലായ്മയും ലജ്ജയില്ലായ്മയും പിണറായി വിജയൻ ഉണ്ട്. അയാൾക്കതില്ലാത്തതുകൊണ്ട് അയാൾ അതൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് എന്താണ്? പുറത്തു വന്നിരിക്കുന്നത് പിണറായി വിജയനും ബി.ജെ.പിയും തമ്മിലുള്ള ബന്ധം പരസ്യമായിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഡബിൾ എഞ്ചിൻ ഭരണമാണ്. ബി.ജെ.പിയുടെ ഗവർണർ ആർലേക്കറും പിണറായി വിജയനും ചേർന്നാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പരസ്യമായിരിക്കുന്നു. അത് മതേതര വിശ്വാസികൾ അവർക്കത് മനസ്സിലാവണം. മതന്യൂനപക്ഷങ്ങൾ അതൊക്കെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി ചില ആരോപണം വളരെ ദുരൂഹമാണ്. മകളെ രക്ഷിക്കാനുള്ള അച്ഛന്റെ ഒരു പരക്കം പാച്ചിലാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനെന്തോ പരസ്പര സഹകരണത്തിന്റെയും സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെയും ഒക്കെ ചില മൂടുപടം കൊടുക്കാനായിട്ട് പിണറായി വിജയനെ പോലുള്ള ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. മകളെ രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന ഈ പറഞ്ഞതുപോലെ അവസാനവട്ട ശ്രമമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. അതുകൊണ്ട് ഈ ബി.ജെ.പിയും സി.പി.എമ്മും തമ്മിൽ നടക്കുന്ന ഈ പരസ്യമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ കേരളത്തിലെ മതേതര വിശ്വാസികളും സി.പി.എമ്മിനെ വോട്ട് ചെയ്യുന്ന മതേതര വിശ്വാസികളും കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുമെല്ലാം തിരിച്ചറിയണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമസ്കാരം. ഇന്ന് കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏറെ ചർച്ചയായിരിക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് നടത്തിയ ബ്രേക്ക്ഫാസ്റ്റ് കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾക്കാണ്, രാഷ്ട്രീയ വിവാദത്തിനാണ് നിർമ്മല സീതാരാമനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതും ചായ കുടിച്ചതുമായ വിശേഷങ്ങൾ. എന്തായാലും ഡൽഹിയിലെ കേരള ഹൗസിലെ ചായക്കോപ്പയിൽ ഉയർന്ന കൊടുങ്കാറ്റ് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ പൊതുവായ ഏതെങ്കിലും ആവശ്യങ്ങൾ മുൻനിർത്തി കേന്ദ്രത്തിലെ മന്ത്രിമാരെയോ മറ്റിതര നേതാക്കളെയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അവരുടെ ഓഫീസുകളിൽ പോയി കണ്ടുകൊണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുക. കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി ആണ്. ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസും സി.പി.എമ്മും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിലെ കേരളത്തിലെ പ്രബല കക്ഷി എന്ന് അവകാശപ്പെടാവുന്ന സി.പി.എമ്മിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കേന്ദ്രത്തിൽ ഏതെങ്കിലും ബി.ജെ.പി മന്ത്രിമാരെ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കാണുന്നുണ്ടെങ്കിൽ അവരവരുടെ ഓഫീസുകളിൽ പോയി മാത്രമാണ് അദ്ദേഹം കാണാറുള്ളത്. കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരിയുമായി പിണറായി വിജയന് വളരെ അടുത്ത ബന്ധമാണുള്ളത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ നിതിൻ ഗഡ്കരിയെ പോലും പിണറായി വിജയൻ കാണാൻ പോകുമ്പോൾ ഗഡ്കരിയുടെ ഓഫീസിൽ തന്നെയാണ് പിണറായി സന്ദർശിച്ചിട്ടുള്ളത്. ഇവിടെ പതിവിന് വിപരീതമായി മുഖ്യമന്ത്രി ഡൽഹിയിലെ കേരള ഹൗസിലെത്തുന്നു. മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മല സീതാരാമൻ കേരള ഹൗസിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു അനൗചിത്യമുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്, രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഒരു കേന്ദ്രമന്ത്രി കേരള ഹൗസിലേക്ക് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി വന്നത്? അത് ഔദ്യോഗിക ചർച്ചയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രിയായ നിർമ്മല സീതാരാമന്റെ ഓഫീസിൽ വെച്ച് ആ ചർച്ച നടത്താതിരുന്നത് എന്നാണ് ചോദ്യം. കേരളത്തിന്റെ ഗവർണറായ രാജേന്ദ്ര ആർലേക്കറും കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി പിണറായി വിജയൻ ഡൽഹിയിൽ അവരോധിച്ചിരിക്കുന്ന മുൻ കോൺഗ്രസുകാരനും ഇപ്പോൾ സി.പി.എം ചേരിയിൽ നിൽക്കുന്ന കെ.വി. തോമസും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്നാൽ കേരളത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ ഡൽഹിയിൽ സീതാരാമനെ കണ്ടിരുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള എം.പിമാരോ അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനോ സുരേഷ് ഗോപിയോ ഈ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നത്? അവരുടെ സാന്നിധ്യം എന്തുകൊണ്ടുണ്ടായില്ല എന്ന് കൂടി ചോദിക്കുന്നു. മാത്രമല്ല, പിണറായി വിജയൻ ഡൽഹിയിലോ വിദേശത്തോ എവിടെ പോകുമ്പോഴും തന്റെ സന്തത സഹചാരിയായി കൂടെ കൂട്ടാറുണ്ടായിരുന്ന എം.പി ആയ ജോൺ ബ്രിട്ടാസിനെ പോലും ഒഴിവാക്കിക്കൊണ്ട് എന്താണ് കേരള ഹൗസിൽ മുഖ്യമന്ത്രിയും നിർമ്മല സീതാരാമനും നടത്തിയ ചർച്ച എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത്. ഇവിടെയാണ് ചില ദുരൂഹതകൾ ഉടലെടുക്കുന്നത്. അതായത് കേരളത്തിന്റെ പൊതുവായ ഒരു ആവശ്യം
സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയല്ല നിർമ്മലാ സീതാരാമനെ മുഖ്യമന്ത്രി സന്ദർശിച്ചതും ചർച്ച നടത്തിയതും എന്നുമാണ് പരക്കെ ആക്ഷേപം ഉയരുന്നത്. ഇത് ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് KM ഷാജഹാൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണ വിജയൻ കരിമണൽ ഖനന കമ്പനിയായ CMRൽ നിന്നും മറ്റിതര കമ്പനികളിൽ നിന്നും മാസപ്പടിയായി നിരവധി കോടികളാണ് വാങ്ങിയിരിക്കുന്നത്. CMRൽ നിന്ന് മാത്രം ഏതാണ്ട് 1,72,00,000 രൂപ മാസപ്പടിയായി വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി കൈപ്പറ്റിയിട്ടുണ്ട്. ഇത് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡാണ് ഇത്തരം ഒരു വിവരം പുറത്തുവിട്ടത് എന്നുകൂടി പറയുമ്പോൾ കേരള കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ മന്ത്രിയായ നിർമ്മലാ സീതാരാമൻ കേരള ഹൗസിൽ മുഖ്യമന്ത്രിയെ കാണാനെത്തുന്നു എന്ന് പറയുമ്പോൾ ദുരൂഹത അവിടെ തന്നെ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് KM ഷാജഹാൻ പറഞ്ഞത്. കാരണം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മാസപ്പടി വിവാദം അന്വേഷിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിൽ തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോയിരിക്കുന്നത്. അതിന്റെ സീരിയസ് ഫ്രോഡുകൾ, അതായത് വൻപിച്ച തുകകളുടെ കേസുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഇതിന്റെ രണ്ടിന്റെയും തലപ്പത്തിരിക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായതിനാൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മലാ സീതാരാമൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾക്ക് വേണ്ടി തന്നെയാണോ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയത് എന്നുള്ളതാണ് KM ഷാജഹാൻ ചോദിക്കുന്നതും സംശയിക്കുന്നതും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം പൂർത്തിയാക്കി വീണ വിജയനെതിരെ നടപടിയെടുക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമനെ ഡൽഹിയിൽ കേരള ഹൗസിലേക്ക് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയപ്പെടുന്ന KV തോമസും ഒരുമിച്ച് ഡൽഹി കേരള ഹൗസിൽ ചർച്ച നടത്തിയതെന്ന് പറയുമ്പോൾ അത് തീർത്തും കേരളത്തിന്റെ ഒരു ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് മകൾ വീണ വിജയനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് മകൾ തീഹാർ ജയിലിൽ പോയി ഉണ്ട തിന്നാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് KM ഷാജഹാൻ എടുത്തു പറയുന്നത്. ഇതിന് ഉപോത്ഫലകമായി തമിഴ്നാട്ടിൽ നിന്നുള്ള ചില BJP നേതാക്കളുടെ കാര്യങ്ങളും KM ഷാജഹാൻ ഉദ്ധരിക്കുന്നുണ്ട്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണറായ രാജേന്ദ്ര ആർലേക്കറും ഗോവ ഗവർണറായ ശ്രീധരൻ പിള്ളയുമെല്ലാം ഇക്കാര്യത്തിൽ പിണറായി വിജയനെ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ലക്ഷ്യം കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സീറ്റുകൾ നേടുക എന്നുള്ളതാണ്. ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പിണറായി നിർമ്മലാ സീതാരാമനിലൂടെ ആർലേക്കർ വഴി ഒരു പാലമിട്ടിരിക്കുന്നത്. തന്റെ മകളായ വീണ വിജയനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും രക്ഷിച്ചെടുക്കുക, പകരം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അസംബ്ലിയിലേക്ക് കുറച്ച് സീറ്റുകൾ നേടിയെടുക്കുക. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ധാരണ തത്വത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഇത് തന്നെയാണ് നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള ഹൗസിൽ വെച്ച് ചർച്ച ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ തന്റെ അഭിപ്രായഗതികൾ ഒരു മാധ്യമത്തിന് മുന്നിൽ വന്നു നിന്ന് തുറന്നു പറഞ്ഞ KM ഷാജഹാന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. BJPയും പിണറായി വിജയനും തമ്മിലുള്ള ഇടപാടുകൾ ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ്. പിണറായി വിജയൻ ഉറപ്പില്ലാതെ ഏതൊരു മാധ്യമപ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന ഒരുത്തരുണ്ടല്ലോ, ശ്രീകണ്ഠൻ നരേലയെ കുറിച്ച് വേറൊരു വീഡിയോയും ചെയ്യുന്നുണ്ട്. അയാളോട് പറയാണ് കേരളത്തെക്കുറിച്ചുള്ള കേരളം എന്റെ സ്വന്തം സംസ്ഥാനമാണ് എന്നാണ് ഈ ഗവർണർക്ക് തോന്നുന്നത് എന്ന് പറയാനുള്ള ഉളുപ്പില്ലായ്മയും ലജ്ജയില്ലായ്മയും പിണറായി വിജയൻ ഉണ്ട്. അയാൾക്കതില്ലാത്തതുകൊണ്ട് അയാൾ അതൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് എന്താണ്? പുറത്തു വന്നിരിക്കുന്നത് പിണറായി വിജയനും BJPയും തമ്മിലുള്ള ബന്ധം പരസ്യമായിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഡബിൾ എഞ്ചിൻ ഭരണമാണ്. BJPയുടെ ഗവർണർ ആർലേക്കറും പിണറായി വിജയനും ചേർന്നാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പരസ്യമായിരിക്കുന്നു. അത് മതേതര വിശ്വാസികൾ അവർക്കത് മനസ്സിലാവണം, മതന്യൂനപക്ഷങ്ങൾ അതൊക്കെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി ചില ആരോപണം, സീതാരാമൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് സംബന്ധിച്ച് ചില ദുരൂഹതകളുണ്ട് എന്നുള്ള ആരോപണം BJPയുടെ ഭാഗത്തു നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു മഹിളാ മോർച്ചയുടെ ദേശീയ നേതാവുണ്ട്, വാനതി ശ്രീനിവാസൻ എന്നാണ് അവരുടെ പേര് എന്നാണ് എനിക്ക് വാനതി ശ്രീനിവാസൻ. അവർക്ക് ഈ പറഞ്ഞ നിർമ്മലാ സീതാരാമനുമായി ചില അവിശുദ്ധ ബന്ധങ്ങളുണ്ടെന്നും ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും ഒക്കെയുള്ള വാർത്തകൾ BJP കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട്. ഇതിനു മുമ്പ് ഈ വാനതി ശ്രീനിവാസന്റെ ലെറ്റർ പാഡിലൂടെ
ലെറ്റർ പാഡിലൂടെ അവർ ഈ കേന്ദ്ര ഗവൺമെന്റിൽ ഏതോ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തോ 3 കോടി രൂപ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മലാ സീതാരാമന്റെ വകുപ്പിന് കീഴിലുള്ള ഒരു വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലെറ്റർ പാഡിൽ ഒരു കത്ത് എഴുതിയിരുന്നു. അത് വിവാദമായപ്പോൾ വാനതി ശ്രീനിവാസന്റെ ലെറ്റർ പാഡ് മോഷ്ടിച്ച് എന്തോ ഒരു റാവു എന്ന് പറഞ്ഞിട്ട്, മധുസൂദൻ റാവു എന്നാണ് അങ്ങനെ പേരെന്നാണ് എന്റെ ഓർമ്മ, എന്തോ ഒരു റാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, അദ്ദേഹം അത് വാനതി ശ്രീനിവാസന്റെ ലെറ്റർ പാഡ് മോഷ്ടിച്ച് അദ്ദേഹം അവരുടെ പേരിൽ എഴുതി ഈ പണം അടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കള്ള ആരോപണങ്ങൾ കൊണ്ടുവന്ന് ഈ BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ടുവരികയും അയാളെ സ്ഥാനത്ത് നീക്കുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. നിർമ്മലാ സീതാരാമൻ ഈ BJPക്കകത്ത് ഈ അമിത്ഷായുടെ ഗ്രൂപ്പിലാണ് ഉള്ളത്, ഒരു വളരെ ശക്തയാണ്. അപ്പൊ ഈ വാനതി ശ്രീനിവാസനും ഈ പറഞ്ഞതുപോലെ പിണറായി വിജയനെയും നിർമ്മലാ സീതാരാമനെയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഈ ഒരു ഇടനില ഇടപാടിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള ആരോപണം ഞാൻ എന്റെ വാദഗതിയായിട്ട് ഞാൻ പറയുമല്ല, അത്തരത്തിലൊരു ആരോപണം BJPക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 6 ഏക്കറെ പിണറായിയുമായി ബന്ധിപ്പിക്കുന്ന ഈ നടപടിയിൽ PS ശ്രീധരൻ പിള്ള എന്ന് പറഞ്ഞൊരു എടുക്കാച്ചരക്കിനെ ഇപ്പോൾ ഗോവ ഗവർണറാക്കിയിട്ടുണ്ട്. അയാൾക്കും വലിയ പങ്കുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. വളരെ ദുരൂഹമാണ്. മകളെ രക്ഷിക്കാനുള്ള അച്ഛന്റെ ഒരു പരക്കം പാച്ചിലാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനെന്തോ പരസ്പര സഹകരണത്തിന്റെയും സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെയും ഒക്കെ ചില മൂടുപടം കൊടുക്കാനായിട്ട് പിണറായി വിജയനെ പോലുള്ള ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. മകളെ രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന ഈ പറഞ്ഞതുപോലെ അവസാനവട്ട ശ്രമമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. അതുകൊണ്ട് ഈ BJPയും CPMും തമ്മിൽ നടക്കുന്ന ഈ പരസ്യമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ കേരളത്തിലെ മതേതര വിശ്വാസികളും CPMനെ വോട്ട് ചെയ്യുന്ന മതേതര വിശ്വാസികളും കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുമെല്ലാം തിരിച്ചറിയണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.